ഹലോ എവ്രി വൺ വെൽക്കം ടു ആമി വോക്ക്. അപ്പോൾ എനിക്ക് വീണ്ടും പണിയിട്ടിരിക്കുകയാണ്. ഞാൻ റെക്കോർഡ് ചെയ്ത സമയത്ത് സൗണ്ടിൽ ചെറിയ ഡിസ്റ്റർബൻസ് വന്നു. ശരിക്കും എൻ്റെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആദ്യം നന്നായിട്ട് മുടിയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഭയങ്കര ഹെയർ ലോസ് ആണ്. അപ്പം എനിക്ക് ഈ ഹെയറിൻ്റെ കണ്ടോ ഈ ഒരു ഫ്രണ്ട് പോർഷന്ന്, പിന്നെ സെൻറ്ററിൽ നിന്നും, പിന്നെ 2 സൈഡിൽ നിന്നും, ബാക്കിൽ നിന്നും, അതായത് നമുക്ക് ക്രൗൺ പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ നേരെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് നന്നായിട്ട് ഹെയർ ഫാൾ ഉണ്ട്. അപ്പോൾ ആദ്യമൊന്നും ഞാൻ അത്രയും കെയർ ചെയ്തിരുന്നില്ല. എന്താ പറയുക, ഹെയർ പോകുന്നുണ്ട്. സാധാരണ ഇവിടെ നല്ല ഹെയർ ഫാൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ എന്താ ചെയ്യേണ്ടത്, അതിന് പ്രത്യേകിച്ച് ഒരു ഡോക്ടറെ കാണുക അതല്ലെങ്കിൽ അതിന് എന്തെങ്കിലും റെമഡി ചെയ്യാൻ നോക്കുകയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ശ്രദ്ധക്കുറവിൽ എനിക്ക് ഭയങ്കരമായിട്ട് മുടി കുറേ പൊട്ടിപ്പോയി കൊഴിഞ്ഞു പോയി. എൻ്റെ മുടി നേരെ പകുതിയായിപ്പോയി. അപ്പം എനിക്ക് പിന്നെ മുടിയുടെ ഒരു റഫ്നെസ്സും ഒരു ഫ്രിസിനെസ്സും ഒക്കെ കണ്ടിട്ട് എനിക്ക് മുടി കുറച്ച് ഞാൻ വെട്ടിക്കളഞ്ഞു. അങ്ങനെ നല്ല ലെങ്ത് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള നല്ല തിക്കുള്ള മുടിയായിരുന്നു. അപ്പം ആ മുടിയൊക്കെ പോയി. പിന്നെ നാട്ടിൽ പിന്നെ ഞാൻ ഒരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു സമയത്തൊന്നും നല്ല ഡോക്ടേഴ്സും എന്താ പറയുക, നമുക്ക് വേണ്ട ഒരു കൺസൾട്ടേഷൻ കിട്ടിയില്ല. അപ്പോൾ 1-2 ഡോക്ടേഴ്സെ കണ്ടു, ആയുർവേദം കാണിച്ചു നോക്കി, കുറച്ച് മരുന്നൊക്കെ കഴിച്ചു നോക്കി, ഒരു കാര്യം ഉണ്ടായില്ല. പിന്നീട് കഴിഞ്ഞ ഒരു 2 വർഷം മുന്നെയാണ് നാട്ടിൽ പോയപ്പം തൃശ്ശൂർ ലാഫ് എമ്മിൽ ഒരു ക്ലിനിക്ക് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വിറ്റാമിൻ ഡി ഇല്ല, എ ഇല്ല, അങ്ങനൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇല്ല, ഹീമോഗ്ലോബിനിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമുക്ക് ഹെയർ ലോസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ PCOD എനിക്ക് ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ഇതുപോലെ ഹെയർ ഫാൾ എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, നമുക്ക് ഇതുപോലെയുള്ള വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ എന്തായാലും നല്ല ഹെയർ ഫാൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെല്ലാം കാരണമാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇതിനൊക്കെ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ മാത്രമല്ല അവിടെ നിന്ന് കൊളാജനും അങ്ങനെ എന്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ എഴുതി തന്നിരുന്നു. അപ്പോൾ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് നന്നായിട്ട് ഒരു ചേഞ്ച് തോന്നി. അതായത് ഹെയർ ഫാള് പകുതിയായി. പകുതിന്ന് പിന്നെയും നന്നായിട്ട് കുറഞ്ഞു തുടങ്ങി. നമുക്ക് ഇപ്പോൾ സാധാരണ ഒരു ഡെയിലി ഒരു 100 ഹെയർസ് ഒക്കെ പോകുമെന്ന് പറയുന്ന പോലെ അത്രയ്ക്കും കുറഞ്ഞു വന്നു. മുടി തിന്നായിട്ട് ഓരോ ഇഴയും തിന്നായിട്ട് വന്നത് തിക്കായിട്ട് വരാൻ തുടങ്ങി. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു 6 മന്ത് ആണ് ഡോക്ടർ എഴുതി തന്നത് മരുന്നൊക്കെ. അത് കഴിച്ചപ്പോൾ തന്നെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവും ആയിരുന്നു കേട്ടോ മെഡിസിനൊക്കെ. അപ്പം അത് കഴിച്ചപ്പോൾ തന്നെ ആ ഒരു റിസൾട്ട് ആ ഒരു സമയത്ത് മാത്രമേ ഉണ്ടായുള്ളൂ. മരുന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് വീണ്ടും ഹെയർ ഫാൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം എനിക്ക് ഈ ഇത്രയും മരുന്ന് പിന്നെയും നാട്ടിൽ പോകണമല്ലോ കാണാനായിട്ട്. അപ്പം ഞാൻ തിരിച്ച് UAE എത്തിയിരുന്നു. അപ്പം കുറച്ച് നാൾ വീണ്ടും ഞാൻ അതിലത്തെ കൊളാജൻ കണ്ടിന്യൂ ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ചെറിയൊരു കുറവുണ്ടായി. പിന്നെ നമ്മൾ എന്തെങ്കിലും റെമഡിയൊക്കെ എടുക്കാം, നമ്മൾ ഇപ്പം വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും തലയിൽ മറ്റേ അലോവേര തേക്കൽ, മറ്റൊരു കുറച്ച് അങ്ങനെയൊക്കെ ആയിട്ട് ഓരോന്നൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു കുറവുണ്ടെങ്കിലും പിന്നെയും ഇടയ്ക്ക് വീണ്ടും കൂടും. അങ്ങനെ ഇപ്പം ഈ ഒരു ലെവലിൽ ഫ്രണ്ടിൽ തീരെ മുടിയില്ല എന്നുള്ളൊരവസ്ഥയിലായി. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഹെഡ് ചെയിൻ ഫിറ്റ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും ഹെയറിൽ ആക്സസറീസ് വെക്കുക, ഹെയർ സ്റ്റൈല്, ഇവയൊക്കെ പരിപാടികളൊന്നും നടക്കാതെ ആയിട്ടുണ്ട്. അപ്പം ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്ക് മുടി എന്തായാലും ഒന്ന് കെയർ ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തു. അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പം ഒരു ഹെയർ മാനേജ് ചെയ്യാൻ പറ്റാത്ത ലെവലിൽ ഹെയർ ബൊട്ടോക്സ് ചെയ്തിരുന്നു. അപ്പോൾ അതൊരു ഓൾമോസ്റ്റ് 1 ഇയർ ലാസ്റ്റ് ചെയ്തു. അപ്പം അതിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പം പഴയ പോലെ ഹെയറിൻ്റെ ടെക്സ്ചർ ആയി തുടങ്ങി. മാത്രമല്ല ഈ വിൻ്ററൊക്കെ കഴിഞ്ഞിട്ട് ഹെയർ ഭയങ്കരമായിട്ട് ഫ്രിസി ആയി തുടങ്ങി. നമുക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത പോലെ തന്നെ. അപ്പോൾ നാട്ടിൽ പോയാലാണെങ്കിൽ കൂടുതൽ അങ്ങനെ ഒരു ഫ്രിസിനെസ് ഫീൽ ചെയ്യാറ്. ഇപ്പം ഇവിടെയും അങ്ങനെ ആയി തുടങ്ങി. അപ്പോൾ നമ്മൾ നല്ല ഷാമ്പൂസും കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് ഓയിൽ ചെയ്തിട്ടും ഒരു കാര്യമില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് 2 ദിവസം കുളിക്കാതിരിക്കുമ്പോൾ സാധാരണ എൻ്റെ ഹെയറിൽ തന്നെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു സോഫ്റ്റായിട്ട് ഇരിക്കുന്ന ഒരു പ്രകൃതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. അതൊക്കെ സ്കാൽപ്പ് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ മറന്നുപോയെന്ന് തോന്നുന്നു. മൊത്തത്തിൽ എന്തോ ഹെയറിന് ഡാമേജ് ഉണ്ട്, സ്കാൽപ്പിന് പ്രശ്നമുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തു. നമ്മളെന്തായാലും 3 to 4 മന്ത്സ് കൂടുമ്പം ഹെയർ ട്രിം ചെയ്യണം എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതും കൂടെ ഞാനിവിടെ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ പാർലറൊന്നും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് നാട്ടിൽ പോകുമ്പോൾ മാത്രമാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യാറ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്തായാലും പോയിട്ട് ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തപ്പം ഒന്ന് ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് തരുമല്ലോ. അപ്പോൾ അതിൻ്റെയാണ് ഈ ഒരു ഭംഗിയിൽ കിടക്കുന്നത്. ഇനിയിപ്പം ഈ ഒരു എന്താ പറയുക, നല്ല രസമായിട്ട് ഇപ്പോൾ കിടക്കുന്ന ഒരു വൃത്തിക്ക് കിടക്കുന്ന ഈ ഒരു ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ഇനി നമുക്ക് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഹെൽത്തി ഹാബിറ്റ്സ് തിരിച്ചു കൊണ്ടുവരാനല്ല, ഒരു ഹെൽത്തി ഹാബിറ്റ് കൊണ്ടുവരണം ലൈഫിൽ എന്ന് വിചാരിക്കുന്നുണ്ട്.
പിന്നെ ഞാൻ കുറച്ച് നല്ല പ്രൊഡക്ട്സൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ബൊട്ടോക്സ് ഹെയർ ബൊട്ടോക്സ് ചെയ്തപ്പം അത് നമുക്ക് കിട്ടിയിരുന്ന ഒരു ഷാമ്പും കണ്ടീഷണറും, പിന്നെ അതല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് വളരെ ബേബി ഷാമ്പൂ ജെൻറ്റിലായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പൂ ആണ് യൂസ് ചെയ്യാറ്. അപ്പം ആ ഷാമ്പൊക്കെ തീർന്നു. അപ്പം ഞാനൊരു പുതിയ നല്ലൊരു ഷാമ്പു മേടിച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ല നന്നായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഷാമ്പു തന്നെയാണ് മേടിച്ചത് കേട്ടോ. ഓക്കെ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ കുറേ തലയിൽ എന്തെങ്കിലും വാരി തേക്കുക, പിന്നെ കുറേ സപ്ലിമെൻറ്റ്സ് കഴിച്ചതുകൊണ്ട് മാത്രം ഒന്നും ആയില്ല. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നനുസരിച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഹെൽത്തും നമ്മുടെ ഹെയറും നമ്മുടെ സ്കിന്നും ഒക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 3.5 ലിറ്റേഴ്സ് എങ്കിലും വെള്ളം കുടിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ നല്ലതായിട്ട് ഫുഡ് കഴിക്കുക. ഫുഡ് നന്നായിട്ട് വാരി വലിച്ച് കഴിക്കുക എന്നല്ല, ഇപ്പം ഉള്ള ഒരു വെരി ബാഡ് ഡയറ്റാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് നോൺ വെജാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നാൽ കഴിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് അത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കറിയില്ല, ഭയങ്കര മടിയാണ് അത് ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് നമ്മൾ വീക്ക്ലി വൺസ് ഒക്കെയാണ് വെജിറ്റേറിയൻ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കലുള്ളൂ. അപ്പം എനിക്ക് ഫിഷ് കറി ഉണ്ടാക്കാനാണെങ്കിലും ചിക്കനും അങ്ങനത്തെ ഉണ്ടാക്കാൻ വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കും. പിന്നെ മാത്രമല്ല, നമ്മൾ കൂടുതലും ഈ ഫുഡ് ഉണ്ടാക്കാനുള്ള മടി കാരണം പുറത്തുനിന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശീലങ്ങളൊക്കെ നിർത്തി നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുക. അതിൽ ഇലക്കറികളും പിന്നെ ഒരുപാട് നട്ട്സ്, ഈ ഹസാൽ നട്ട്, ബദാം ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഒരു ഡെയിലി ഒരു 6 എണ്ണമൊക്കെ വെച്ച് കഴിച്ചാൽ മതി. അതുപോലെ ഹസാൽ നട്ട്, ഹേസൽ നട്ട്, അതുപോലെ കുറേ നട്ട്സുകളൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വിറ്റാമിൻസ് കുറവുള്ളതിനനുസരിച്ചിട്ട് B12 എയും പിന്നെ വിറ്റാമിൻ ഡി ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഫുഡിൽ കൂടിയും കുറേ മീൻസ് അങ്ങനെ കിട്ടുന്ന ടൈപ്പ് ഓഫ് ഫുഡുകൾ ഏതൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്തിട്ട് അങ്ങനത്തെയുള്ള ഫുഡ്സ് ഇൻടേക്ക് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഞാനൊക്കെ കുറേ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രി ഫ്രൂട്ട്സും പിന്നെ എന്തെങ്കിലും സലാഡും അങ്ങനെയൊക്കെ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് സ്മൂത്തീസ്, പിന്നെ യോഗട്ടൊക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഹെൽത്തി ഹാബിറ്റ്, ഫുഡിങ് ഹാബിറ്റ് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം വെറുതെ വിചാരിച്ചപ്പോഴല്ലോ, അതൊക്കെ മസ്റ്റായിട്ട് ചെയ്യും വേണം. അപ്പം ഞാനൊരു ഉറച്ച തീരുമാനത്തിലാണ്. ഇനിയെങ്കിലും നമ്മളൊരു സെൽഫ് കെയറും സെൽഫ് ലവും ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മളെ തന്നെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്ത് തുടങ്ങും. കാരണം എനിക്ക് ഈ ഒരു പ്രായത്തിൽ തന്നെ കൊളസ്ട്രോൾ ഉണ്ട്. അപ്പം ഞാനത് കാര്യമാക്കാണ്ട് കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് എക്സസൈസ് ഉണ്ടല്ലോ, ഞാനും ഭയങ്കരമായിട്ട് വാരി വലിച്ചൊന്നും കഴിക്കുന്നില്ല, വളരെ കുറച്ച് ഫുഡ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. രാവിലെ ആണെങ്കിൽ 2 ഇഡ്ഡലിയോ അല്ലെങ്കിൽ ഒരു 2 ദോശ അല്ലെങ്കിൽ ഒരു ദോശ, അങ്ങനെ ഒരു ചെറിയ പീസ് പുട്ട്, കടല, അങ്ങനെയൊക്കെയാണ് രാവിലെ ഫുഡ് കഴിക്കുന്നത്. ഉച്ചയ്ക്കാണെങ്കിൽ ഒരു സ്മോൾ കപ്പ് റൈസും എന്തെങ്കിലും കുറച്ച് കറിയും. രാത്രി നീ പറഞ്ഞ പോലെ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചപ്പാത്തി, അങ്ങനെ വളരെ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. പിന്നെ ഇടയ്ക്ക് മാത്രം നമ്മൾ പുറത്തുനിന്ന് ഐസ്ക്രീമും അങ്ങനെ ഒക്കെ, അല്ലാണ്ട് ഒരുപാട് ഷുഗർ ഒന്നും കഴിക്കുന്നൊന്നുമില്ല. പിന്നെ എന്നിട്ടും അപ്പം നമുക്ക് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫുഡ് ലൈഫ് സ്റ്റൈൽ കൊണ്ടല്ല, നമുക്ക് ജീൻ വഴി കിട്ടുന്നതാണ്. അപ്പം അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും എന്നുള്ളത് മനസ്സിലായി. അപ്പം അച്ഛന് നന്നായിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ മരുന്നൊന്നും കഴിക്കാത്ത സ്ഥിതിക്ക് ഇനി ഫുഡിൽ കൂടെ ശ്രദ്ധിച്ചാൽ, നന്നായിട്ട് എക്സസൈസ് ചെയ്താലൊക്കെ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഹെൽത്ത് കംപ്ലീറ്റും നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുറേ നാൾ ചിലപ്പം ഈ കാണുന്ന ആരോഗ്യം കുറച്ച് നാൾ കഴിയുമ്പം ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഇപ്പോഴേ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ നമുക്കും ഹെൽത്തി ആയിട്ടിരിക്കാം, മുടിയും നന്നായിട്ടിരിക്കും, സ്കിന്നും നന്നായിട്ടിരിക്കും. അപ്പം ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വൈകിട്ട് നടക്കാൻ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലുള്ള എക്സസൈസ് മെഷീനൊക്കെ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഹെയർ ഒന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി ഈ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം മെയ്ഡ് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി, പാക്കൊക്കെ ഉണ്ടാക്കി ഇടയ്ക്ക് ട്വൈസ് ഇൻ എ വീക്ക് എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റൈസിൽ കോൺസ്ട്രാഷ് ഒക്കെ ഇട്ടിട്ടുള്ളത്, മറ്റേ ഹോട്ട് ഓയിൽ മസാജ്, പിന്നെ അതുപോലെ അലോവേര വെച്ചിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ട് ലുലു പോയിട്ട്. അപ്പോൾ ഷാമ്പൂ ഒക്കെ തീർന്നിരിക്കുകയാണ്. അപ്പം നല്ല ഷാമ്പൂ, ബ്രാൻഡഡ് ആയിട്ടുള്ളത് ഷാമ്പൂ, പിന്നെ അതുപോലെ ഹെയർ സിറം യൂസ് ചെയ്യണം. അപ്പം അതൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് മേടിച്ച സാധനം കാണിച്ചു തരാം. ഓക്കെ, ഇത് OGX എന്ന് പറഞ്ഞ US ബ്രാൻഡാണ്. ഇതിൽ കൊളാജനും ബയോട്ടിനും ഒക്കെയുള്ള നല്ലൊരു ഷാമ്പൂ ആണ് കേട്ടോ. ഇത് ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുന്നേ. ഞാൻ ഹെയർ ബൊട്ടോക്സ് ചെയ്ത സമയത്ത് അതിൻ്റെ ഷാമ്പും കണ്ടീഷണറും യൂസ് ചെയ്തിരുന്നത്. അപ്പം ഒരു 1 ഇയറാണ് ഇത് ലാസ്റ്റ് ചെയ്തത്. അപ്പം അതിന് കഴിഞ്ഞപ്പം മുടി പഴയ ടെക്സ്ചറിലേക്ക് മാറി.
അപ്പോൾ ഇനിയിപ്പം അത് ഫോളോ ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പുതിയതൊരെണ്ണം മേടിച്ചു. ഇതാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതാന്ന് തോന്നിയിട്ടുള്ളതാണ്. ഇതാണെങ്കിൽ സൾഫേറ്റ് ഫ്രീ ആണ്, ജെൻറ്റിൽ ആയിട്ടുള്ള ഷാമ്പൂ ആണ്. അപ്പോൾ അത് കാരണം ഞാനിത് മേടിച്ചു. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഒരുപാട് എന്താ പറയുക കോമ്പിനേഷൻസ് ഡിഫറെൻറ്റ് എന്താ കോക്കനട്ട് ഓയിൽ ഉണ്ട്, അരക ഓയിൽ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കിട്ടും. ഞാനൊരു കൊളാജനും ബയോട്ടിനും ഉള്ളതാണ് സെലക്ട് ചെയ്തത് കേട്ടോ. കാരണം ഞാൻ മുന്നേ യൂസ് ചെയ്ത ഷാമ്പൂലും ഈ ഒരു 2 കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ സൾഫേറ്റ് ഫ്രീ ആണെന്നൊക്കെ കണ്ടപ്പം ഓക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഓഫറിൽ ഇരിക്കുന്നുണ്ടായിരുന്നതാണ് ലുലുവിൽ. ഇപ്പം ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 പാക്കിന് 60 ദിർഹംസ് സംതിങ് ആണ് വന്നത്. സാധാരണ ഒരെണ്ണത്തിന് തന്നെ നമുക്ക് 60 ദിർഹംസ് ഒക്കെ കൊടുത്തിട്ടാണ് വാങ്ങിക്കാറിത്. പക്ഷേ ഇപ്പം രണ്ടിനും കൂടിയിട്ട് ഈ പാക്കിന് 60 ദിർഹത്തിന് ഓഫർ വന്നിട്ടുണ്ട്. അങ്ങനെ വാങ്ങിച്ചതാണ്. അടുത്തതായിട്ട് ഞാൻ എന്താണ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോക്കട്ടെ, ഓൾറെഡി റെക്കോർഡ് ചെയ്ത സാധനങ്ങളൊന്നും എനിക്കിപ്പോൾ കേൾക്കുന്നില്ല. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറന്നും പോയല്ലോ. ഓക്കെ, ഇത് മാമാ എർത്തിൻ്റെ ഹെയർ സിറമാണ്. ഇത് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നില്ല, മറന്നു പോകാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇനി മറക്കരുത് എന്നുള്ളൊരു തീരുമാനം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്തിരിക്കും ഈ ഒരു രീതി. അപ്പോൾ നമ്മൾ ഇത് കുളി കഴിഞ്ഞാൽ നനവോടുകൂടി വെറ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം നമ്മൾ 2 ഡേയ്സ് കൂടുമ്പോഴാണ് കുളിക്കണുള്ളൂ കേട്ടോ, തലയൊക്കെ 2-3 ഡേയ്സ് ഒക്കെ കൂടുമ്പോൾ. അപ്പം കുളിക്കാത്ത ദിവസങ്ങളാണെങ്കിലും നമുക്ക് ഈ ഒരു സിറം യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഹെയറിൽ മാത്രം അപ്ലൈ ചെയ്യുന്നതാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ, ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടും. അടുത്തതായിട്ട് ഞാൻ പണ്ട് ഒരു CG മെത്തേഡ് ഫോളോ ചെയ്തിരുന്നു. എൻ്റെ ഒരു ഹെയർ കേളി അല്ല, നാച്ചുറൽ ഹെയർ എന്ന് പറയുന്ന ഒരു വേവി ടൈപ്പാണ്. അപ്പം ആ ടൈമിൽ ഈ ലീവ് ഇൻ ക്രീം അപ്ലൈ ചെയ്തിരുന്നു, മുടി ഇങ്ങനെ സ്റ്റൈലിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്യുമ്പോൾ മുടി നമുക്കിങ്ങനെ വല്ലാണ്ട് പറന്ന് നിൽക്കില്ല, ഫ്രിസി ആയിട്ടൊന്നും നിൽക്കില്ല. അപ്പം എനിക്ക് ആ ഒരു ഇത് ഓർമ്മയിൽ ഞാൻ ഗാർണിയർ തന്നെയല്ലേ അതിൻ്റെ ഒരു ലിവിങ് ക്രീമോ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അപ്പം കുളി കഴിഞ്ഞാലും ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാം. ഇപ്പം ദിവസം 1-2 ദിവസം നമ്മൾ കുളിച്ചിട്ടില്ലാണ്ട് നടക്കുവാണെങ്കിലും ഈ ഒരു ക്രീം വെച്ചിട്ട് ഒരു ഹെയറിൻ്റെ ഫ്രിസിനെസ് ഒക്കെ കുറയ്ക്കാം. ഇനി ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ട് തോന്നുകയാണെങ്കിലും ഇത് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി മാനേജ് ആയിട്ട് നിൽക്കും. അപ്പം ഇതൊരു നല്ല ബ്രാൻഡാണ്. ഗാർണിയറിൻ്റെ പ്രൊഡക്ട്സ് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലും അലോവേര, കോക്കനട്ട് ഓയിൽ, ബദാം ഓയിൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ഇതിൽ വരുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് ഒരു 30 ദിർഹംസിൻ്റെ ഉള്ളിലേ ഉള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്, അത്രയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് ഒരു പ്രൊഡക്റ്റ്. അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചത് ഒരു ഇപ്പോൾ ഹെയറിന് ഇത്രയും ആണ്. ബാക്കിയൊക്കെ നമുക്ക് ഹെയർ പാക്കും പിന്നെ നല്ല ഓയിൽ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ ഓയിൽ തന്നെ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ ഇപ്പം നീലബൃങ്കാതിയുടെ ഒരു ഓയിലാണ്, നീലബൃങ്കാതി ആ ഒരു ഓയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ വെറുതെ കോക്കനട്ട് വെർജിൻ ഓയിൽ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യും. അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഏത് ഓയിലാണെങ്കിലും അതന്നെ മാറ്റാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സ്കാൽപ്പിലും പിന്നെ ടിപ്സിലും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യാനൊക്കെ മുന്നേ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോവാട്ടോ. അങ്ങനെയാണ്. പിന്നെ അതുപോലെ എനിക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പം സ്കിന്നിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് വിൻ്ററൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര എക്സ്ട്രീം ഡ്രൈനെസ് ആണ്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണത് ബാത്ത് ആൻഡ് ബോഡീൻ്റെ ഒരു ക്രീംസ് ആണ്. അപ്പം അതിലെ ഈ ഷിയ ബട്ടർ, കൊക്ക ബട്ടർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയുള്ള സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ക്രീംസ് ആണ് കേട്ടോ. അപ്പം ആ ക്രീമുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. എനിക്ക് നാട്ടിൽ നിൽക്കുന്ന സമയത്തൊന്നും ഇത്രയും സ്കിന്നിന് ഡ്രൈനെസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് UAE വന്നതിന് ശേഷമാണ് സ്കിൻ ഇതുപോലെ ഡ്രൈ ആവാൻ തുടങ്ങിയത്. നമ്മൾ ഇവിടുത്തെ ഒരു തണുപ്പും പിന്നെ വിൻ്റർ സീസൺ നമ്മൾ കൂടുതൽ, മാത്രമല്ല നമ്മൾ ഫുൾ ടൈം ഈ AC യിലിരിക്കുന്നത് കൊണ്ട് സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ ആകെ മാറിപ്പോയതാണ്. അപ്പം ഇവിടുത്തെ വെള്ളത്തിൻ്റെയും ഒക്കെ നമ്മുടെ ഈ ഹെയറിനെയൊക്കെ ബാധിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. പക്ഷെ അതൊക്കെ പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് കാര്യമല്ല. നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സോ അല്ലെങ്കിൽ മെത്തേഡൊക്കെ എന്തെങ്കിലുമൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു പരിഹാരങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ ഇപ്പം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ബാത്ത് ആൻഡ് ബോഡിയുടെ ക്രീമാണ്. അപ്പോൾ എനിക്കത് ഓക്കെ ആയിട്ടാണ്. ഇത്രയും ഡ്രൈനെസ് ഉണ്ടായിട്ടും എനിക്കത് കുറേ നേരത്തേക്ക് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് സ്കിന്നിൽ ഇരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന 2 ഫ്ലേവറിൻ്റെ ആണ്. ഒരെണ്ണം ബട്ടർഫ്ലൈ, പിന്നെ ഒരെണ്ണം എന്താ ഫയർഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള 2 എണ്ണമാണ്. ഇത് ഈ ബാത്ത് ആൻഡ് ബോഡീൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്. പക്ഷേ അത് എനിക്ക് ഇങ്ങനെ സ്കിന്നിന് പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ചിലർക്ക് അത് സ്കിൻ അലർജീസ്, എന്താ പറയുക, കുറച്ച് ഇച്ചിനെസ് ഒക്കെ ഉള്ളവരുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് നല്ലതായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ യൂസ് ചെയ്തിട്ട് ഏകദേശം ഇത്രയായിട്ടുണ്ട്. ഈ ഒരു ഫ്ലേവറാണ്, ഈ ഒരു ക്രീമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇതിൻ്റെ സ്മെല്ല് മറ്റേതിനേക്കാളും കുറച്ച് കുറവാണ്. നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് കയ്യിലും കാലിലും ബോഡിയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട്
മെയിനായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യണത് കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ പല എന്താ പറയുക ഫ്ലേവേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. ഇതിൽ മെയിനായിട്ട് ഷിയ ബട്ടർ, കൊക്കോ ബട്ടറൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം ഈ ഒരു രണ്ടെണ്ണമാണ് ഇപ്പോൾ കറൻ്റ്ലി ഫേവറേറ്റ് ആയിട്ട് പോകുന്നത്. പിന്നെ പ്രൈസ് വരുന്നത് ഒരെണ്ണത്തിന് 80 ദർഹംസും മറ്റേതിന് 90 ദർഹംസും ആണ്. അത്യാവശ്യം പ്രൈസ് ഉള്ളതാണ് രണ്ടും. പിന്നെ ചിലത് ഞാൻ ഈ ട്യൂബ് പോലത്തെ മേടിക്കാറുണ്ട്. അത് ഈ വിൻ്റർ സീസൺ കഴിയുമ്പോഴാണ് ഞാനത് മേടിക്കാറ് കേട്ടോ. പിന്നെ ഞാനിത് H&M മേടിച്ചതാണ്. ഇത് വീഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ബോഡി സിറമാണ്. അപ്പോൾ ഈ ഒരു സിറത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കും ചെയ്യും, മാത്രമല്ല ചെറിയൊരു ഗ്ലോയും തരും. അപ്പോൾ ഞാൻ ഡാൻസിനൊക്കെ പോകുന്ന സമയത്ത് സ്കിന്നിൽ ഇതൊന്ന് പറ്റി പോകാറുണ്ട് കേട്ടോ. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റൊക്കെ ഇടിക്കുമ്പോൾ നമുക്ക് സ്കിന്നിങ്ങനെ തിളങ്ങുന്ന പോലെ തോന്നും. മാത്രമല്ല നന്നായിട്ട് ഒരു എന്താ പറയുക മോയ്സ്ചേർഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പം എനിക്കിത് ഇഷ്ടമായി. ഞാൻ H&M ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഇത് ജസ്റ്റ് ഞാൻ കണ്ടപ്പം എടുത്തതാണ്. ഇതിൻ്റെ പ്രൈസ് ഒരു 45 സംതിങ് ആണെന്ന് തോന്നുന്നു. അത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെന്താണ്, പിന്നെ ഞാൻ വിൻ്റർ ടൈമിൽ സ്കിൻ കെയർ ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് കോഫി പൗഡറും യോഗട്ടും പിന്നെ ഹണിയൊക്കെ വെച്ചിട്ടുള്ള പാക്കുകളൊക്കെ സ്കിന്നിൽ ചെയ്യാറുണ്ടായിരുന്നു. ഹെയറിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാറില്ല, കാരണം അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കോൾഡ് വരുന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ നീരിറങ്ങിയിട്ട് തുമ്മലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ വിൻ്റർ സമയത്ത് ഹെയർ കെയർ അധികം ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കൂടുതലും ഈ ഹെയർ ഫോളൊക്കെ ഉണ്ടാവാനുള്ള പ്രശ്നം തുടങ്ങിയത്. അപ്പോൾ ഈ സമ്മർ ആകുമ്പോൾ തന്നെ എനിക്ക് യാതൊരു പ്രശ്നമില്ല. എന്ത് പാക്ക് വേണമെങ്കിലും ഇടാം, എത്ര നേരം വേണമെങ്കിലും തലയിൽ പാക്കൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. വിൻ്ററിൽ ഈ ഒരു ഉടുക്കത്തെ തണുപ്പത്ത് കൂടുതൽ ഈ തണുപ്പുള്ള സാധനങ്ങളൊക്കെ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ ഇതൊക്കെ നമ്മുടെ ഡാൻസിനെയും പെർഫോമൻസിനൊക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ടുള്ള വെറുതെ ഒന്ന് തല വാഷ് ചെയ്യും, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓയിലിട്ടിട്ട് ഒരു ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് വാഷ് ചെയ്തിട്ട് വരാണ് പതിവ്. പിന്നെ ഉണ്ടല്ലോ ഇപ്പം ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞത് എന്താണെന്ന് യാതൊരു ഐഡിയ ഇല്ല എനിക്കിപ്പോൾ. ചെറുതായിട്ട് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഓക്കെ, ലിപ്സ്റ്റിക് കുറച്ച് ഇട്ടിട്ടുണ്ട്, ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഹെയറിൽ ഹെയറല്ല, സ്കിന്നിൽ ഞാൻ ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞു. അപ്പം എനിക്കൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. ഇതുവരെ ഭയങ്കര എക്സ്ട്രീം ഡ്രൈ സ്കിന്നായിരുന്നു വിൻ്റർ ടൈമിൽ. ഇനി സമ്മർ സ്റ്റാർട്ട് ചെയ്തല്ലോ, ഇനി എനിക്ക് ഓയിലി സ്കിന്നായി തുടങ്ങും ഫേസിൽ. അപ്പം പ്രത്യേകിച്ച് ഈ നോസിൻ്റെ ഏരിയയിൽ ചിക്കിൻ്റെ അവിടെയൊക്കെ ആയിട്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ, ബാക്കിയൊക്കെ കുറച്ചിങ്ങനെ നോർമലായിട്ടാണ് ഇരിക്കില്ല. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ സ്കിന്നിന് പറ്റിയിട്ടുള്ള ക്രീം ഞാൻ അന്വേഷിച്ച് പോയപ്പം അവിടെ ക്രീമിൻ്റെ സെക്ഷനിൽ പ്രൊമോട്ടറായിട്ട് നിന്നത് എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ പുള്ളിക്കാരിൻ്റെ പ്രൊഡക്റ്റ് എനിക്കൊന്ന് കാണിച്ചു തന്നിട്ട് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കിക്കോ എന്ന് പറഞ്ഞു. ഇത് പക്ഷേ നമ്മുടെ ഒരു ജെൽ ടൈപ്പാണ് എനിക്ക് വേണ്ടത്. പണ്ട് ഞാൻ ഡോക്ടറൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുള്ള ക്രീമും സൺസ്ക്രീനൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്തെങ്കിലും ക്രീം മേടിച്ചേക്കാം എന്ന് വിചാരിച്ചിപ്പം ഈ ലോട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്, ഇത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്തത്. എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്നറിയില്ല. ഒരു ഡേ ക്രീമും ഉണ്ട്, നൈറ്റ് ക്രീമും ഉണ്ട്. ജെൽ ടൈപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ ഓക്കെ എന്ന് ജസ്റ്റ് ഒരു മോയ്സ്ചേർഡ് ഇരുന്നാൽ മതിയല്ലോ. ഇനി ഇതിൻ്റെ വൈറ്റനിങ് ക്രീം എന്നൊക്കെ ഇതുമ്പോൾ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പം വൈറ്റനിങ് കൂടി കിട്ടുന്നുണ്ടെങ്കിൽ നന്നായി ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം ഈ ഒരു ബ്രാൻഡ് എങ്ങനെയുണ്ട്, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കറിയുള്ളൂ. എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ഒന്ന് ഓപ്പൺ ആക്കട്ടെ. ഓക്കെ, ബോട്ടിലൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇനി നോക്കാം നമുക്ക് ജെല്ലാണോ ക്രീമാണോ എന്നുള്ളത്. ആക്ച്വലി ഇതൊരു ക്രീം ജെൽ ടൈപ്പാണ് കേട്ടോ. നന്നായിട്ട് ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം വളരെ കുറച്ച് എമൗണ്ടൊക്കെ എടുത്താൽ മതിയായിരിക്കും. ആ ഒരു ഇത്രയും എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. ഞാനും ഇത് ആദ്യമായിട്ട് ഇപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യണേ ഉള്ളൂ കേട്ടോ. മുന്നേ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഈ ഒരു ബ്രാൻഡും ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ക്രീം ഉണ്ടെങ്കിലും നമ്മുടെ കഴുത്തിലും ഒക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് നോക്കാം. പെട്ടെന്ന് അബ്സോർബായി പോകുന്നുണ്ടോയെന്ന് അറിയണമല്ലോ. പോകുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അബ്സോർബായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ചില ക്രീമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്കിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫീലൊക്കെ കിട്ടലുണ്ട്. ഇത് തേച്ചിട്ട് എനിക്ക് അത്രയ്ക്കും ഒരു എഫക്റ്റ് ആയിട്ട് തോന്നിയില്ല. എന്നാലും ഒരു ഡ്രൈനെസ്, നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് നേരെ വന്ന് വീഡിയോ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ ക്രീമുകളോ ഒന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
കാരണം ക്രീമുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പം ഈ ഒരു ക്രീം ആദ്യം ഫേസിൽ അപ്ലൈ ചെയ്യണത് ഒരു ഭയങ്കര ഒരു സോഫ്റ്റ്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എന്നാലും ഓക്കെ, ഒരു പെട്ടെന്ന് ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ ഒരു വലിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് മാത്രം. എന്തായാലും നന്നായിട്ട് അത് അബ്സോർവ് ആയി പോയിട്ടുണ്ട്. ഇനി ഇത് ലാസ്റ്റ് ചെയ്യും, കാരണം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന നെക്സ്റ്റ് ഡേ ആണ്. അത് അത്യാവശ്യം മുഖം ഒരു ഫുൾ ഡേ ഒരു എന്താ പറയുക, സോഫ്റ്റ് ആയിട്ട് മീൻസ് ഒരു മോയ്സ്ചറൈഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇപ്പം സമ്മറായാലും ഒടുക്കത്തെ വെയിലാണ്. അപ്പം ഞാൻ മോളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് റോട്ടിൽ പോയിട്ട് നിൽക്കണം. അപ്പം ഉച്ച സമയത്ത് ആ ഒരു വെയിൽ നിങ്ങൾക്കറിയാലോ, അതിൻ്റെ കൂടെ ഒടുക്കത്തെ ചൂട് കാറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ലഫെം നമുക്ക് ദെർഫോർ അയാം ഹിയർ ഫോർ അയാം എന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ക്ലിനിക്കാണെന്ന് തോന്നുന്നു, അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒരെണ്ണം ഇവരെ തന്നെ ഒരെണ്ണം വാങ്ങിച്ചു. ഈ ഒരു ക്രീം ഉണ്ടല്ലോ, അപ്പം ഈ ലോട്ടസിൻ്റെ ക്രീം 2 ഡുവൽ പാക്കിന് 39 ദർഹംസോ സംതിങ് 40 ആ ഒരു റേഞ്ചിലേ ഉണ്ടായിരുന്നുള്ളൂ. 2 പാക്കിന് അങ്ങനെ ഒരു ഓഫറിന് വന്നിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ വാങ്ങിച്ചതാണേ. അപ്പം ഈ ഒരു സൺസ്ക്രീനും ഞാൻ 2 പാക്കിന് കൂടിയിട്ട് ഓഫറിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് 45 സംതിങ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് കാസ്റ്റ് ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞപ്പം ഓക്കെ, ഒന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. സാധാരണ നമുക്ക് എപ്പോൾ കിട്ടുന്നതാണെങ്കിലും നന്നായിട്ട് അതൊന്ന് സ്കിന്നിൽ ബ്ലെൻഡായിട്ട് കെട്ടാനും കുറച്ച് ടൈം എടുക്കും. പരട്ടി കഴിഞ്ഞാലും ഒരുമാതിരി വൈറ്റ് കാസ്റ്റ് അടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതങ്ങനെയല്ല, ഇതൊരു ഫൗണ്ടേഷൻ പോലെ ഒരു ടിൻറ്റ് കളർ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു ഫേസിൻ്റെ ടെക്സ്ചർ അനുസരിച്ചിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. അപ്പം ഇത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ പ്രൈസും ഒരു ഡുവൽ പാക്കാണ്, 1 ബൈ ഗെറ്റ് 1 ഫ്രീ അങ്ങനെയായിട്ട് കിട്ടിയതാണ്. അപ്പം വലിയ കുഴപ്പമില്ല, കാരണം ഈ ഒരു സമയത്ത് നമുക്ക് വാരി തേക്കാനുള്ളതാണ് സൺസ്ക്രീൻ. അപ്പം ഈ ഒരു പ്രൈസിൻ്റെ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നി. നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ക്രീമായിരുന്നു അത് 100 ഗ്രാംസോ സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്തു. ഓക്കെ, അതിന് മുകളിലൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളയട്ടെ, എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ടല്ലോ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എനിക്കുണ്ടല്ലോ പണ്ട് കോളേജിൽ പോയിരുന്ന സമയത്ത് ഫോർഹെഡിൽ ടാൻ അടിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള അത് പോയിട്ടേ ഇല്ല ഇതുവരെ. ഫേസ് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ തന്നെ അറിയാം ആ ഒരു 2 ഷെയ്ഡായിട്ട് സ്കിൻ ഇരിക്കുന്നത്. പിന്നെ കൈയിൻ്റെ കാര്യം പിന്നെ പറയണ്ട, നന്നായിട്ട് ടാൻ അടിച്ചിട്ട് നമുക്ക് കുറേ എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ടും തിരിച്ച് ആ ഒരു പഴയ റിസൾട്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അപ്പം നമുക്കിനി സൺസ്ക്രീൻ ഇട്ടിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതൊരു SPF 50+ ഒക്കെയുള്ള സംഭവം തന്നെയാണ് കേട്ടോ. അപ്പം എന്താണ് ഞാനത് പരട്ടാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, ആവശ്യത്തെ കാര്യങ്ങളൊക്കെ വായിച്ച് സമയം കളയാണ്. വിറ്റാമിൻ ഡിയും ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു സണ്ണ് എക്സ്പ്ലോഷർ നമുക്ക് കിട്ടണം. പക്ഷേ എന്ത് ചെയ്യാം, നമ്മളെ ഒരു ഫേസിൻ്റെയും എൻ്റെ കൈയിൻ്റെ കാര്യം നമ്മൾ നോക്കിയാലേ പറ്റുള്ളൂ അല്ലേ. പിന്നെ ഇവിടുത്തെ ഒരു ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര ചൂടാണ്. ഇപ്പോൾ നാട്ടിലും ഇവിടുത്തെ പോലെ ചൂടാണെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. സാധാരണ ഇവിടെ ചൂടാകുമ്പോഴത്തേനും ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ വെക്കേഷൻ നാട്ടിൽ വരാണ് പതിവ്. ഇനിയിപ്പം ആ ഒരു സമയത്ത് നാട്ടിൽ മഴയൊക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഓക്കെ, കണ്ടോ, ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത വഴിക്ക് ഇത് പെട്ടെന്ന് തന്നെ അത് ഫേസിൽ ബ്ലെൻഡായി പോയത്. മാത്രമല്ല ഒരു ഫൗണ്ടേഷൻ്റെ ചെറിയൊരു എഫക്റ്റും കിട്ടുന്നുണ്ടെന്ന് തോന്നണം അല്ലേ. ഞാൻ കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, ഫോർഹെഡിൽ മാത്രം കേട്ടോ. കാരണം ഇപ്പം വീട്ടിലെ വെറുതെ ഇരിക്കുമല്ലേ, പുറത്തേക്ക് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്താൽ മതി. വെറുതെ പ്രൊഡക്റ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്ത് കളയുന്നത്. അപ്പം മെയിനായിട്ട് എനിക്ക് എന്താ പറയുക, വീടിൻ്റെ ഉള്ളിലുള്ള വർക്കുകളാണ് എനിക്ക് മെയിനായിട്ട്. സ്റ്റിച്ചിങ്ങും പിന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ പിള്ളേരൊക്കെ വീട്ടിലേക്ക് വരും. പിന്നെ വെയിലത്ത് പുറത്ത് ഇറങ്ങേണ്ടി വരുന്നത് മോളെ പിക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമാണ് എനിക്കിത് യൂസ് ചെയ്യേണ്ടി വരുള്ളൂ. പിന്നെ നമ്മൾ ഈ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോഴത്തേനും ഭയങ്കരമായിട്ടുള്ള ലൈറ്റാണ് ഇടുന്നത്. അപ്പോൾ അത്രയും ആ ഒരു ലൈറ്റൊന്നും നമുക്ക് ടാൻ ആവും. അപ്പോൾ അങ്ങനെ പോകുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ സൺഡേ ദിവസങ്ങളൊക്കെ പുറത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സൺസ്ക്രീനായി. അപ്പം ഇതൊക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. വാങ്ങിച്ച് വെച്ചാൽ പോരാ, നമ്മൾ യൂസ് ചെയ്യണം. ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ്. ഇപ്പം നിങ്ങളും ഇതുപോലെ വാങ്ങിച്ചിട്ട് വെച്ച് വെറുതെ ഇരിക്കരുത്, യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നും ഹെയറും ഒക്കെ കെയർ ചെയ്യണം കേട്ടോ. നന്നായി വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വിറ്റമിൻസ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യുവർ സെൽഫ്, ടേക്ക് കെയർ. Thank you for watching once again. Bye bye.